21 ദിവസം കൊണ്ട് അടിപൊളി റെഡ് വൈൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കിലോ കറുത്ത മുന്തിരി നന്നായി കഴുകി ഒരു ടവൽ വെച്ച് തുടച്ച് വെള്ളമയമില്ലാതെ ഉണക്കിയെടുത്തത്. തിളപ്പിച്ചാറിയ വെള്ളം 2.25 ലിറ്റർ, അതായത് 1 കിലോ മുന്തിരിക്ക് 1.5 ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. വെള്ളം വെട്ടിത്തിളപ്പിച്ച് നന്നായി ചൂടാറിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഷുഗർ 1.25 കിലോ, പുളി കൂടുതലുള്ള മുന്തിരിയാണെങ്കിൽ 1.5 കിലോ ഷുഗർ എടുക്കുക. ഗോതമ്പ് 1 ടേബിൾ സ്പൂൺ, കറുവാപ്പട്ട ഒരു ചെറിയ സ്റ്റിക്ക്, 3 ഏലക്ക, 3 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 3 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളത്തിൽ കലക്കി ആക്റ്റീവ് ആക്കിയത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. വെള്ളമയം ഒട്ടുമില്ലാത്ത ഒരു ബൗൾ എടുത്ത് അതിലേക്ക് കുറച്ച് മുന്തിരി എടുത്ത് നന്നായി ക്ലീനും ഡ്രൈയുമായ കൈ വെച്ച് പൊട്ടിച്ച് കൊടുക്കുക. കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഒരു ഭരണി തയ്യാറാക്കുക. ഭരണിക്ക് പകരം ഗ്ലാസ് ജാർ ഉപയോഗിക്കാം. ഇതിലേക്ക് വെള്ളമയമില്ലാത്തൊരു തവി ഉപയോഗിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിടവിട്ട് ലെയറായി വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഭരണിയുടെ എല്ലാ വശവും നന്നായി തുടച്ചു കൊടുക്കുക. അടപ്പ് വെച്ച് അടച്ച് ഒരു ടവൽ വെച്ച് മൂടി വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ കെട്ടിക്കൊടുക്കുക. ഇത് വെയിൽ ഒട്ടും ഏൽക്കാത്തിടത്ത് വെക്കാം. 4 ദിവസം കൂടുമ്പോൾ വെള്ളമയമില്ലാത്ത തവി വെച്ച് നന്നായി ഇളക്കി കൊടുക്കണം. ശേഷം ഭരണിയുടെ പുറമെ എല്ലാം തുടച്ച് വീണ്ടും ഇതുപോലെ തന്നെ കെട്ടിവെക്കണം. വൈനിന് നല്ല അട്രാക്റ്റീവ് റെഡ് കളർ കിട്ടാൻ വേണ്ടി ഷുഗർ കാരമലൈസ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഷുഗർ കാരമലൈസ് ചെയ്യാൻ 1/2 കപ്പ് ഷുഗർ ഒരു പാനിൽ സ്പ്രെഡ് ചെയ്തിടുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. ലോ ഫ്ലെയിമിൽ അനക്കാതെ വയ്ക്കുക. ഷുഗർ അലിഞ്ഞു തുടങ്ങുന്ന സമയത്ത് 1 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. ഷുഗർ ഇളക്കി നന്നായി അലിയിച്ച് നല്ലൊരു റെഡ് കളർ ആകുന്നവരേക്കും വെയിറ്റ് ചെയ്യുക. കറക്റ്റ് കളർ ആകുമ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ആഡ് ചെയ്ത് യോജിപ്പിക്കുക. ഏകദേശം നേർ പകുതി ആകുന്നതുവരെ തിളപ്പിച്ച് ചൂടാറാൻ വയ്ക്കുക. വൈൻ കെട്ടിവെച്ച് 5 മുതൽ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇത് ആഡ് ചെയ്യാം. നമ്മുടെ വൈൻ ഇന്നത്തേക്ക് 8ാം ദിവസമാണ്. നന്നായി തണുത്ത ശേഷം മാത്രമേ സിറപ്പ് വൈനിലേക്ക് ആഡ് ചെയ്യാവൂ. 1/2 കപ്പ് സിറപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് ടവൽ വെച്ച് കെട്ടിവെക്കുക. 4 ദിവസം കൂടുമ്പോൾ ഇളക്കി കൊടുക്കുന്നത് മറക്കാതിരിക്കുക. 21ാം ദിവസമാണിത്. 2 പാത്രങ്ങൾ കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ട്. വൈൻ അതിലേക്ക് മാറ്റി ഭരണി നന്നായി കോട്ടൺ ടവൽ വെച്ചോ ടിഷ്യൂ പേപ്പർ വെച്ചോ തുടച്ചെടുക്കുക. അരിച്ച് പിഴിഞ്ഞെടുത്ത വൈൻ ഭരണിയിലേക്ക് ഇട്ട് വയ്ക്കണം. വാവട്ടം കുറവായതിനാൽ ഞാൻ വേറൊരു പാത്രത്തിലേക്കാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി തന്നെ ഭരണിയിലേക്ക് പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. ഇതിനായി ഒരു അരിപ്പയും അതിന് മുകളിൽ ഒരു കോട്ടൺ ടവലും വെച്ച് വൈൻ ആവശ്യത്തിന് ഒഴിച്ച് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്ത വൈൻ ഭരണിയിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നന്നായി അടച്ച് കോട്ടൺ ടവൽ വെച്ച് മൂടിക്കെട്ടി 4 ദിവസം അനക്കാതെ തന്നെ വെയിലേൽക്കാതെ വയ്ക്കുക. ഇതിനു മുമ്പ് 10 ദിവസം കൊണ്ട് വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിരുന്നു. അതിൽ 4 ദിവസം വൈൻ വയ്ക്കുന്നത് എന്തിനാണെന്നൊക്കെ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. വൈൻ പ്യൂറായി കിട്ടാനും ഒരു സെക്കൻഡ് ഫെർമെൻറ്റേഷന് വേണ്ടിയുമൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 4 ദിവസത്തേക്ക് നമുക്കിത് അനക്കാതെ തന്നെ വയ്ക്കാം. ഇത് 4ാം ദിവസമാണ്. നമ്മുടെ വൈൻ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ബോട്ടിലേക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. ഭരണി അധികം ഷേക്ക് ചെയ്യാതെ വെള്ളമയമില്ലാത്ത പാത്രങ്ങളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഏറ്റവും അടിഭാഗത്തെ കുറച്ച് വൈൻ ബോട്ടിൽ ഒഴിക്കരുത്, കാരണം വൈൻ കലങ്ങാൻ അത് ഇടയാകും. വൈൻ ബോട്ടിലാക്കി എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. വൈൻ കബോർഡിലോ വെയിലേൽക്കാത്ത ഭാഗത്തോ വയ്ക്കേണ്ടതാണ്.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ സേഫ്.